യശോദയുടെ ആ തൈര് കടയണതിൻ്റെ ഒരു സൗന്ദര്യം, നല്ല തുടുത്ത വസ്ത്രം ധരിച്ച് തൻ്റെ നല്ല പൃഥുവായിരിക്കുന്ന ശരീരമാണ്. പൃഥുവായ ശരീരം എന്ന് വെച്ചാൽ തടിച്ച ശരീരം. അപ്പം ഈ തടിച്ച ശരീരത്തിന് എന്താ പ്രത്യേകത വെച്ചാൽ കാലത്ത് നേർത്ത വരണമെന്ന് മോഹമില്ലായിട്ടല്ല. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സാരി ഒന്നും നന്നല്ല, പഴയ പോലത്തെ സാരിയല്ല, ചിറ്റിയ നിൽക്കണില്ല. സാരി നന്നല്ലാഞ്ഞിട്ടല്ല, പിന്നെയോ ചെലത്തൽ കൂടിയപ്പോഴേ ശരീരം ഇങ്ങനെ സ്ഥൂലിച്ച് വരിക. അപ്പം ഈ യശോദയോട് എന്നും പറയും നന്ദഗോപരെ ഇത് ഇങ്ങനെ വല്ലാണ്ട ചെലത്തണ്ട. അപ്പം നന്ദഗോപരോട് പറയും പിന്നെ ഈ വെണ്ണയും പാലും ഒക്കെ അങ്ങനെ വെറുതെ കളയേ. അത് വിചാരിച്ച് യശോദ ബാക്കിയാവരുതല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ധാരാളം കഴിക്കും. അങ്ങനെ കഴിച്ചു കൂട്ടി അവസാനപ്പോൾ കഴിച്ചു കൂട്ടാൻ വയ്യാണ്ടായി, നല്ലോണം ശരീരം തടിച്ചു. അപ്പോൾ യശോദ എന്ത് ചെയ്യും? നല്ലൊരു ചരടെടുത്ത് മുറുക്കിയൊരു കെട്ടാട് കെട്ടും. പിന്നെ അത് അഴിയില്ല. പിന്നെ രാവിലത്തെ പണിയൊക്കെ കഴിയോളം അങ്ങോട്ട് നോക്കണ്ട, മറ്റത് ഇടയ്ക്ക് ഇതിങ്ങനെ നേരെയാക്കാൻ നിൽക്കണം. അങ്ങനെ നേരം കുറേ പോകുന്നർത്ഥം. അതാ ഈ രാവിലെ പലർക്കും വരാൻ പറ്റാത്തത്. അപ്പോൾ ക്ഷൗമം വാസ പൃഥുകടിതടേ വിഭ്രതി സൂത്രനദ്ധം. പിന്നെയോ യശോദയുടെ ഉപരിവസ്ത്രം അതെപ്പോഴും നനഞ്ഞും കൊണ്ടിരിക്കും. അതെന്താ കാരണം? പുത്രസ്നേഹസ്നുതകുചയുഗം. ആ പുത്രനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോഴേക്കും തന്നെ സ്ഥലങ്ങൾ നിറഞ്ഞങ്ങനെ ഒഴുകും. മാത്രമല്ല ചെയ്യണ പ്രവൃത്തിയിലുള്ള ശ്രദ്ധ കൊണ്ട് ആ പുരികക്കൊടികളങ്ങനെ വളച്ച് ഇടയ്ക്ക് തലമുടി നേരെയാക്കണു, ഇടയ്ക്ക് വസ്ത്രം നേരെയാക്കണു, ഇടയ്ക്ക് വിയർപ്പ് തുടയ്ക്കണു, ആ തൈരിങ്ങനെ കടയണു. അതിൻ്റെ ഇടയിൽ പല പാട്ടുകളും പാടിയും കൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് പല വികൃതികളും ഭഗവാൻ കാട്ടിയതിനെക്കുറിച്ച് ഓരോരോ ഗോപന്മാർ വന്ന് പറയണതിനനുസരിച്ച് നാട്ടിൽ പാട്ടെഴുതണവർ ധാരാളം ഉണ്ടാവും. അപ്പോൾ അവരിങ്ങനെ പല പാട്ടുകളും യശോദേ നൻ്റെ ഉണ്ണി അമ്മ കൂട്ടുകാരൊപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് എടുത്തു വച്ചേരുന്ന പഴങ്ങളൊക്കെ ഒറ്റയ്ക്ക് നിന്നിട്ട് അവർ വന്ന് പറഞ്ഞപ്പോൾ നീ അന്ന് ദേഷ്യപ്പെട്ടപ്പോൾ ഫലസഞ്ചയ വഞ്ചന ക്രുധാതവ മൃദ്ഭോജനമൂചുരർഭകാ. ആ കൃഷ്ണൻ്റെ മൃദ്ഭോജനം മണ്ണ് തിന്നു എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നീ അന്ന് അവനോട് തിന്നോ നീയ് മണ്ണ് എന്ന് ചോദിച്ച് വായ തുറക്കട എന്ന് പറഞ്ഞപ്പോൾ സകല ലോകങ്ങളും കാണിച്ചു തന്നില്ലേ യശോദേ അവൻ? നീ എന്തോ കണ്ട് ബോധം കെട്ടു എന്ന് കണ്ടപ്പോഴാ അവൻ നന്നെ നോക്കി ചിരിച്ച് നന്നെ എന്തോ ഒരു മായയിൽ പെടുത്തിയത് എന്ന് ചിലർ കേട്ടും പറഞ്ഞും ഓരോന്ന് വ്യാഖ്യാനിച്ചുണ്ടാക്കണതേ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് യശോദ തന്നെ പറയും. അവൻ്റെ വായയിൽ ഞാൻ കാണുക. എന്ത് കാണുന്നു? മണ്ണായ മണ്ണ് മുഴുവൻ നീ കണ്ടു എന്നാണല്ലോ ഞങ്ങൾ കേട്ടത്. ആ കുഞ്ഞേ വായയുടെ ഉള്ളിലോ? കുഞ്ഞേ വായയുടെ ഉള്ളിൽ ഭഗവാൻ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ പിശുക്കാൻ പാടില്ലല്ലോ. അപിമൃല്ലവദർശനോത്സുകാം ജനനീം താം ബഹുതർപ്പയന്നിവ. ധാരാളം അമ്മമാർക്ക് കൊടുക്കും. അമ്മക്ക് പിശുക്കാൻ പാടില്ല. അമ്മ ഒരു കാര്യം ചോദിച്ചാൽ അത്രയൊന്നും തരാനില്ല അങ്ങനെ പറയരുത്, ധാരാളം ഇട്ട് കൊടുക്കണം എന്നാ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഭഗവാൻ ധാരാളം കൊടുത്തതേ. അങ്ങനെ എല്ലാം കാട്ടിക്കൊടുത്തപ്പോൾ യശോദയ്ക്ക് ഒന്ന് മനസ്സിലായി. എന്താ മനസ്സിലായത്? വിദിത തത്വയായി തീർന്നു യശോദ.